നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പൊതുകടത്തിൽ 10% കുറവുണ്ടാകുമെന്ന് റിപ്പോർട്ട്. സുസ്ഥിരമായ GDP വളർച്ച കടം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കെയറെഡ്ജ്. വെനസ്വേല പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം. ട്രംപിന് നിരാശ. ഇന്ത്യ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിക്കുന്നുവെന്ന് നിതിൻ ഗഡ്കരി. 2027ഓടെ ഈ ലക്ഷ്യം നേടാനാവും. കേന്ദ്ര ബാങ്കുകൾ കരുതലാസ്തിയായി സ്വർണം വാങ്ങുന്നത് തുടരുമെന്ന് റിപ്പോർട്ട്. സ്വർണ വിപണിയിലെ തിരുത്തൽ വാങ്ങൽ അവസരമായി കാണണമെന്നും ജെഫ്രീസ്. വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങൽ വിപണിക്ക് ഭീഷണിയല്ലെന്ന് സെബി മേധാവി തുഹിൻ കാന്ത പാണ്ഡെ. രാജ്യത്തിന്റെ സ്ഥിര വളർച്ച വിപണിക്ക് കരുത്താകും. വിശദമായ വാർത്തകൾ നോക്കാം. തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിൽ അവസാനിച്ചു. സെൻസെക്സ് 328.72 പോയിന്റ് ഉയർന്ന് 82,500.82 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 103.55 പോയിന്റ് ഉയർന്ന് 25,285.35 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ജാസ്മിൻ ജമാലാണ് ബിസിനസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. ജാസ്മിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു ഓപ്പണിംഗ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 25,100 എന്നുള്ള ഒരു ലെവൽ മറികടന്നുകൊണ്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും 25,300 എന്നുള്ള ഒരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു മൊമെന്റം ആയിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഓപ്പണിങ്ങിനോട് അനുബന്ധിച്ച് നിന്നുള്ള 25,156 എന്നുള്ള ഒരു ലോയിൽ നിന്നും ശക്തമായിട്ടുള്ള ഒരു മൊമെന്റം ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലോസിംഗിലേക്ക് വരുന്ന സമയത്ത് 25,300 എന്നുള്ള ഒരു ലെവൽ കൈവിട്ടുകൊണ്ട്, പക്ഷേ എപ്പോഴും പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവൽ 25,250, 25,200 എന്നുള്ള പ്രധാനപ്പെട്ട ലെവലുകൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് അവസാനിപ്പിക്കുന്നത്. ഏകദേശം 0.5% നീണ്ടു നിൽക്കുന്ന ഒരു മുന്നേറ്റമായിരുന്നു നിഫ്റ്റി 50 കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ബെഞ്ച്മാർക്ക് ഇൻഡെക്സുകളിൽ ഏറ്റവും അധികം ഇന്ന് മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് തന്നെയാണ്. ഏകദേശം 400-ലധികം പോയിന്റുകളുടെ ഒരു റാലി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഉണ്ടായിരിക്കുന്നു. PSU ബാങ്ക് ഇൻഡെക്സും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഫാർമ, ഹെൽത്ത് കെയർ മേഖലകളിലൊക്കെ തന്നെ 1% കൂടുതലുള്ള ഒരു മൂവ്മെന്റ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് PSU ബാങ്കിന്റെ മാത്രം നേട്ടം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 1.67% ആണ്. 1.29% ഫാർമ മേഖല നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ റിയൽറ്റിയും 1.5% കൂടുതലുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് IT-യും മെറ്റൽ ഇൻഡെക്സുമാണ് ഫ്ലാറ്റ് നോട്ടിൽ, പ്രത്യേകിച്ച് മെറ്റൽ 1% ഇടിവും IT വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാഴ്ചവെച്ചിരിക്കുകയാണ്. തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് ജാസ്മിൻ ജമാലാണ്. മറ്റു വാർത്തകൾ നോക്കാം. രാജ്യത്തിന്റെ പൊതുകടത്തിൽ 10% കുറവുണ്ടാകുമെന്ന് റിപ്പോർട്ട്. സുസ്ഥിരമായ GDP വളർച്ചയും സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കവും കടം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കെയറെഡ്ജ്. ഇന്ത്യയുടെ പൊതുകടം ക്രമാനുഗതമായി കുറയുമെന്നാണ് കെയറെഡ്ജ് വ്യക്തമാക്കുന്നത്. കടം GDP-യുടെ 81% നിന്ന് 2031 സാമ്പത്തിക വർഷത്തോടെ 77% കുറയും. ശേഷം 2035 71% രാജ്യത്തിന്റെ സാമ്പത്തിക നിയന്ത്രണമാണ് ഇതിന് പ്രധാന കാരണം. ഏകദേശം 6.5% GDP വളർച്ചാ വേഗത നിലനിർത്തുന്നതും തുണയാവും. ഇതിനൊപ്പം സാമ്പത്തിക വികാസത്തിലും വരുമാന ഉൽപ്പാദനത്തിലും തുടർച്ചയായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഗുണം ചെയ്യും. എന്നാൽ സംസ്ഥാനങ്ങളുടെ ഉയർന്ന കടവും പലിശ അടയ്ക്കലുമാണ് സാമ്പത്തികാരോഗ്യത്തിന് പ്രധാന വെല്ലുവിളിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിക്കുന്നുവെന്ന് നിതിൻ ഗഡ്കരി. 2027ഓടെ ഈ ലക്ഷ്യം നേടാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2007ഓടെ $5 ട്രില്യൺ സമ്പത്ത് വ്യവസ്ഥ കൈവരിക്കുക എന്ന കേന്ദ്രത്തിന്റെ ലക്ഷ്യം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ആവർത്തിച്ചു. 2025 മാർച്ചിൽ അവസാനിക്കുന്ന വർഷത്തേക്കുള്ള താൽക്കാലിക കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ നാമമാത്ര GDP ഏകദേശം $3.9 ട്രില്യൺ ആയിരുന്നു. 2047ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ദേശീയ ദർശനം കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി എടുത്തു പറഞ്ഞു. 2014 NDA സർക്കാർ അധികാരമേറ്റപ്പോൾ ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ വ്യവസായം 14 ലക്ഷം കോടി രൂപയുടെ മൂല്യനിർണ്ണയത്തോടെ ആഗോളതലത്തിൽ 7ാം സ്ഥാനത്തായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു.
ഇപ്പോൾ ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ ഓട്ടോമൊബൈൽ വിപണിയായി മാറിയിരിക്കുന്നു. ഗവേഷണം, നവീകരണം, എത്തനോൾ, LNG, ഇലക്ട്രിക്, ഹൈഡ്രജൻ ഇന്ധനങ്ങൾ തുടങ്ങിയ ബദൽ സംവിധാനങ്ങളുടെ സ്വീകാര്യതയോടെ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് ആഗോളതലത്തിൽ മുൻനിര ഓട്ടോമൊബൈൽ നിർമ്മാണ രാജ്യമായി മാറാൻ കഴിയുമെന്ന് ഗഡ്കരി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര ബാങ്കുകൾ കരുതലാസ്തിയായി സ്വർണം വാങ്ങുന്നത് തുടരുമെന്ന് റിപ്പോർട്ട്. സ്വർണ്ണ വിപണിയിലെ തിരുത്തൽ വാങ്ങൽ അവസരമായി കാണണമെന്നും ജെഫ്രീസ്. ആഗോള വിപണിയിൽ സ്വർണം ട്രൈ ഔൺസിന് $4,000 പിന്നാലെയാണ് തിരുത്തൽ പ്രവചനമുണ്ടായത്. എന്നാൽ അത്തരമൊരു തിരുത്തൽ വന്നാൽ നിക്ഷേപം ഉയർത്താനുള്ള അവസരമായി കാണണം. ദീർഘകാലാടിസ്ഥാനത്തിൽ നിക്ഷേപകർക്ക് ഇത് നേട്ടമാകുമെന്നും ജെഫ്രീസ് പറഞ്ഞു. സ്വർണ്ണഖനന ഓഹരികളിൽ വലിയ മുന്നേറ്റം പ്രകടമാണ്. അതിനാൽ തന്നെ തിരുത്തൽ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോഴും ദീർഘകാല സ്വർണത്തിന്റെ ബ്രോക്കറേജ് പ്രവചനം ട്രൈ ഔൺസിന് $6,600 ആഗോളതലത്തിൽ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഇവ രണ്ടും ദീർഘകാല നിക്ഷേപകർക്ക് പോസിറ്റീവാണെന്നും ജെഫ്രീസ് വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം 27.2% നേട്ടമാണ് സ്വർണം നൽകിയത്. ഈ വർഷം ഇതുവരെ 53.9% വർധനവുണ്ടായെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങൽ വിപണിക്ക് ഭീഷണിയല്ലെന്ന് സെബി മേധാവി തുഹിൻ കാന്ത പാണ്ഡെ. രാജ്യത്തിന്റെ സ്ഥിര വളർച്ച, ആഴത്തിലുള്ള നിക്ഷേപക പങ്കാളിത്തം എന്നിവ വിപണിക്ക് കരുത്താകുമെന്നും അദ്ദേഹം അറിയിച്ചു. ആഗോള വിപണിയിലെ പ്രതിസന്ധികളാണ് വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങലിന് കാരണം. അവർ നിക്ഷേപം മറ്റു രാജ്യങ്ങളിലേക്ക് പുനഃക്രമീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇന്ത്യൻ ഓഹരി വിപണിക്ക് സാധിക്കുമെന്നും പാണ്ഡെ വ്യക്തമാക്കി. വിദേശീയരുടെ പിൻവാങ്ങൽ ഹ്രസ്വകാലത്തേക്കുള്ളതാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ FBIകളുടെ നിക്ഷേപ പ്രവണത പോസിറ്റീവാണ്. രാജ്യത്തുള്ള $907 ബില്യൺ FBI നിക്ഷേപം ഇതാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എമർജിംഗ് വിപണികളുടെ താരതമ്യം, US ഫെഡ് നിരക്ക്, ചൈനയുടെ വളർച്ചാ സൂചനകൾ എന്നിവയാണ് നിലവിൽ പ്രതിസന്ധിയായത്. എന്നാൽ റീറ്റെയിൽ ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ വിപണിയിൽ സ്ഥിരത കൈവരിക്കുന്നുണ്ട്. അതായത് വിദേശ നിക്ഷേപങ്ങളെ ആശ്രയിച്ചല്ല വിപണി ഇപ്പോൾ നിൽക്കുന്നത്. രാജ്യത്തിന്റെ വളർച്ചാ മുന്നേറ്റത്തിൽ ആഭ്യന്തര നിക്ഷേപകരുടെ ആത്മവിശ്വാസം ശക്തമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. സജീവമായ IPO പങ്കാളിത്തം ചില്ലറ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ കാണിക്കുന്നു. കുറഞ്ഞ IPO പ്രോസസ്സിംഗ് സമയം പോലെ വിപണി ഇടപെടലിൽ സെബി കൊണ്ടുവന്ന മാറ്റങ്ങളും ഈ നേട്ടത്തിന് പിന്നിലുണ്ട്. നിക്ഷേപ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കർശന നീക്കങ്ങളാണ് സെബി കൊണ്ടുവരുന്നത്. ഇവയും നിക്ഷേപകരെ വിപണിയിൽ പിടിച്ചു നിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെർജിയോ ഗോർ വ്യാപാര ചർച്ചയ്ക്കായി ഇന്ത്യയിലെത്തുന്നു. ഇന്തോ പസഫിക് മേഖലയുടെ വളർച്ചയാണ് 6 ദിവസ സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട. ഇന്ത്യയിലെ US അംബാസഡറായി തെരഞ്ഞെടുത്ത സെർജിയോ ഗോറും ഡെപ്യൂട്ടി സെക്രട്ടറി മൈക്കൽ ജെ റിഗാസുമാണ് രാജ്യത്തെത്തുന്നത്. ട്രംപിന്റെ വിശ്വസ്തനായി അറിയപ്പെടുന്ന സെർജിയോ USഉം ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്തോ പസഫിക് മേഖലയിലെ സ്ഥിരതയും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ് ഇതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ദക്ഷിണ മധ്യേഷ്യൻ പ്രത്യേക പ്രതിനിധിയായി ഗോർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുക. അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ഗോർ കുറച്ചുകാലം പ്രസിഡന്റിന്റെ ഓഫീസിൽ സുപ്രധാന പദവിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഈ മാസം 14 വരെ സംഘം ഇന്ത്യയിലുണ്ടാവും. കേന്ദ്ര സർക്കാർ പ്രതിനിധികളുമായും ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 170 രൂപയും പവന് 1360 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,210 രൂപയും പവന് 89,680 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 140 രൂപ കുറഞ്ഞ് 9,220 രൂപയിലാണ് വ്യാപാരം. വെള്ളിവിലയും കുറഞ്ഞിട്ടുണ്ട്. ഗ്രാമിന് 2 രൂപ താഴ്ന്ന് 162 രൂപയിലാണ് വ്യാപാരം നടന്നത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.